ഇതൊരു ചരിത്ര കഥയാണ്. എന്നുവെച്ചാൽ ചരിത്രവും കഥയും 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപാപങ്ങൾ പോക്കുവാൻ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് കാൽവരി കുന്നിൽ കുരിശിലെ അതിദാരുണമായി വധിക്കപ്പെട്ട യേശുനാഥൻ പീഠാസഹനങ്ങളുടെ പൂർത്തീകരണത്തിനായി അവതരിക്കേണ്ടി വന്ന ചില കഥാപാത്രങ്ങൾ. ഇഷ്ടമില്ലാതിരുന്ന് ചരിത്ര പൂർത്തീകരണത്തിനായി താന്താങ്ങളുടെ റോളുകൾ ഭംഗിയാക്കുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും അല്പം നന്മ അവശേഷിച്ചിരുന്നു. എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് ഡിട്രോയിറ്റ് അവതരിപ്പിക്കുന്നു ദ ലിവിംഗ് വാട്ടർ അഥവാ ജീവനിൽ ജലം. ഗലീലിയയിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മറിയം എന്ന കന്യകയ്ക്ക് മുമ്പിൽ ദേവദൂതൻ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവദിനം ഒന്നും അസാധ്യമല്ല എന്ന് നീ മനസ്സിലാക്കുക. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നന്മ എന്ന പറയുവാൻ നീ അനുഗ്രഹീതയാകണം. ഈ കാലഘട്ടത്തിൽ നസ്രത്തുകാരനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. എന്നാൽ ദൈവദൂതന്റെ അരുളപ്പാടനുസരിച്ച് ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല. അക്കാലത്ത് രാജകൊട്ടാരത്തിൽ നിന്നും ഒരു വിളംബരമുണ്ടായി. യൂദയായുടെ ചക്രവർത്തി അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന എന്തെന്നാൽ ഗലീലിയായുടെ ദേശാധിപതി കിരീനോസസിന്റെ കാലത്ത് രാജ്യത്തെ സകല ആളുകളുടെയും പേരുകൾ എഴുതി സൂക്ഷിച്ചതുപോലെ ഇന്നാട്ടിലെ എല്ലാ വ്യക്തികളുടെയും പേരുവിവരങ്ങൾ തങ്ങളുടെ നഗര ആസ്ഥാനത്ത് എഴുതി ചേർക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. വിളംബരമനുസരിച്ച് ജോസഫും മറിയവും തങ്ങളുടെ നഗരമായ ബത്ലഹേമിലേക്ക് പുറപ്പെട്ടു. ഇവിടെ ഇരിക്കും. ഞാൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഒരു സത്രമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. സഹോദര, ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ഈ പ്രദേശത്ത് ഒരു സത്രം ലഭിക്കുമോ? അല്പദൂരം നടന്ന നഗരത്തിലെ ഏതെങ്കിലും സത്രത്തിൽ നിങ്ങൾക്ക് ഇടം കിട്ടാതിരിക്കില്ല. മനുഷ്യപുത്രന് പിറവിയിലേക്ക് ബത്ലഹേമിലെ ഒരു സത്രത്തിലും ഭവനത്തിലും ഇടം കിട്ടിയില്ല. ദൈവപുത്രന് മണ്ണിൽ ജന്മം കൊടുക്കാൻ അവർ അവസാനം കണ്ടെത്തിയത് ഒരു കാര്യത്തൊഴുത്തായിരുന്നു.
രക്ഷയ്ക്കായി ജന്മമെടുത്ത യേശുദേവൻ 30-ാം വയസ്സിൽ തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചു. അവന്റെ ജനപിന്തുണ കണ്ട് ഭയപ്പെട്ട മതപുരോഹിതരും ജനപ്രമാണികളും യേശുവിനെ ഇല്ലാതാക്കുവാൻ തീരുമാനിച്ചു. ക്ലോഡിയ, നിന്റെയും തോഴിമാരുടെയും നൃത്തം നമ്മുടെ മനം കുളിർപ്പിച്ചിരിക്കുന്നു. പ്രഭു, കലുഷിതമായ അങ്ങയുടെ മനസ്സിന് ഒരല്പം ആശ്വാസം നൽകുവാൻ ഞങ്ങളുടെ ഈ നൃത്തം ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് സന്തുഷ്ടയാണ്. ശരിയാണ് ക്ലോഡിയ, നീ പറഞ്ഞു വളരെ ശരിയാണ്. നീതിമാനായ ഒരു മനുഷ്യൻ ജനപ്രമാണികളുടെയും മതപുരോഹിതരുടെയും സമ്മർദ്ദം സഹിക്കാനാവാതെ ഹെറോദേസിന്റെ അടുക്കലേക്ക് അയച്ചപ്പോൾ മുതൽ മനസ്സിലൊരു അങ്കലാപ്പ്. പ്രഭു, ആ മനുഷ്യൻ നീതിമാനാണെന്ന് എനിക്കിന്ന് സ്വപ്നത്തിലൊരു വെളിപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ വിട്ടയക്കണം. നമ്മെ കൊണ്ടാവുന്നത് നാം ചെയ്യുമെന്ന് നിനക്കറിയാമല്ലോ. ആ ബോർ നീ വന്നോ? എന്റെ മനസ്സ് ആകെ കലുഷിതമാണ്. ഈ വെൺചാമരങ്ങൾക്കൊന്നും എന്റെ മനസ്സിനെ തണുപ്പിക്കാനാവുന്നില്ല.
ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത. ഉവ്വ്, മനസ്സിലാകുന്നുണ്ട്. ആ ക്ലോഡി, നീ അന്തപുരത്തിലേക്ക് പോയിക്കൊള്ളു. ആ യേശുവിന് വേണ്ടി നമ്മാലാവുന്നത് നാം ചെയ്യാം. ഉവ്വ് പ്രഭു. പ്രഭു, ഹെറോദസിന്റെ അടുത്ത് നിന്ന് വിവരം എന്തെങ്കിലും? ഇല്ല, ഇതുവരെയില്ല. മനസ്സാകെ അസ്വസ്ഥമാണ്. എങ്കിലും ക്ലോഡിയായുടെ സാമീപ്യം ഒരല്പം ആശ്വാസം നൽകി. നമ്മുടെ സന്തോഷങ്ങളിൽ ഒപ്പം സന്തോഷിക്കുവാനും സ്വകാര്യ ദുഃഖങ്ങൾ പങ്കിടുവാനും ഒരാൾ നമ്മെ അറിയുന്നവൾ. ഇവിടുത്തെ യാന്ത്രികമായ അവസ്ഥയ്ക്കൊപ്പം ജീവിക്കുകയാണെന്ന് തോന്നുന്നു അവളുണ്ടെങ്കിൽ. ആ ബോറോ, നിനക്കും വേണ്ടേ ഒരാൾ? വേണം. പക്ഷേ എന്ത് പക്ഷേ? ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? അറിയാം. പ്രധാന പുരോഹിതന്റെ മകളല്ലേ? കാര്യങ്ങളൊക്കെ നാം അറിയുന്നുണ്ട്. റാണി പറഞ്ഞു കാണുന്നുണ്ടേ. പക്ഷേ അത് നടക്കില്ല. എന്തുകൊണ്ട്? അർഹിക്കുന്നതല്ലേ ആഗ്രഹിക്കാവൂ. എന്താണോ തന്റെ അർഹതയ്ക്കൊരു കുറവ്? ഈ റോമാ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും ശക്തനും ധൈര്യശാലിയുമായ ചെറുപ്പക്കാരനല്ലേ നീ? ഗോലാൻ കുന്നുകളെ കിടകിടാവറപ്പിച്ച ബറാബാസൻ ഒറ്റയ്ക്ക് കീഴടക്കിയ വീരൻ. അതിലും വലിയൊരു യോഗ്യതയുണ്ടോടോ? സമയം വരട്ടെ, ഞാനത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പിന്നെ എനിക്ക് നിന്നെ കാണാനും കൂടി കിട്ടില്ല. സീസർ നിന്നെ കൊണ്ടുപോകും. ഈ റോമ സാമ്രാജ്യത്തിന്റെ സർവ സൈന്യാധിപനാണ്. അങ്ങ് ആഗ്രഹം പറയുകയാണ്. ഹേ, ഇത് ആഗ്രഹമല്ലല്ലോ, ഒരു സത്യം മുൻകൂട്ടി കാണുന്നതിലുള്ള അഭിമാനം. ഇവിടെ വരൂ. കോട്ടുവാതിലിനെ കുടിവെള്ളം കഴിഞ്ഞു, കുറച്ചെടുക്കാം. എടുത്തുകൊണ്ട് പോടോ. എന്തിനാണോ ഈ പാവങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത്? അങ്ങേക്കറിയില്ല, ശത്രുക്കൾ അവരേത് രൂപത്തിലും കടന്നു വരാം. നമ്മൾ എപ്പോഴും അവരെ പ്രതീക്ഷിക്കണം. നിന്റെ ഈ ദീർഘവീക്ഷ എന്നും നമുക്ക് തുണയും. അനുവാദം കൂടാതെ കടന്നു വന്നതിൽ ക്ഷമിക്കണം. ആ ലീനസ്, താങ്കൾ ഉപദേശകൻ അയക്കുമെന്ന് കുറിപ്പ് കിട്ടിയപ്പോ അതങ്ങായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. കാവൽക്കാർ കടത്തിവിട്ടില്ല. ഒടുവിൽ സീസറിന്റെ മുദ്ര കാട്ടിയപ്പോൾ വിരോധമില്ലെന്നായി. ആ, ഇത് ബോർണിക്കസ്. ഈ കൊട്ടാരത്തിന്റെ സുരക്ഷാർത്ഥമുള്ള ഇദ്ദേഹത്തിന് മാത്രമല്ല എന്റെ പ്രിയ സുഹൃത്ത് കൂടിയാണ്. ആണോ? പീലാത്തോസിന്റെ സുഹൃത്ത് എന്റെയും സുഹൃത്താണ്. കേട്ടോ, പഠനകാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സീസറിന്റെ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരുമിച്ച്. എന്നിട്ട് എന്നെ ഇവിടേക്ക് ഗവർണറായിട്ട്, ഇപ്പോൾ സെനറ്റിൽ ഒന്നാമനായി മഹാൻ. നമ്മുടെ സഹപ്രവർത്തകരെയെല്ലാം അന്വേഷണം അറിയിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓ, നമുക്കിതൊന്ന് ആഘോഷിക്കണം. വിശേഷങ്ങൾ ഒത്തിരി പറയുവാൻ വരൂ. ആ താനും കൂടി വാടോ. ഇല്ല, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പ്രഭു, ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ നിന്നും ഒരു വാർത്തയുണ്ട്. എന്താണ് വാർത്ത? നസ്രായനായ യേശുവിനെ ഹെറോദേസ് ഇങ്ങോട്ട് തന്നെ തിരിച്ചയച്ചിരിക്കുന്നു. എന്ത്? ഇവിടെ നാം ഇവിടെയുണ്ട്. പ്രധാന പുരോഹിതൻ
ഹെറോദേസ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ലല്ലേ? അല്ല പീലാത്തോസ്, നിങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്നത് കൊണ്ടാണ് അവനെ ഇങ്ങോട്ട് തിരിച്ചയച്ചത്. ഈ പ്രസാദനത്തിൽ ഇന്ന് തന്നെ ഇവിടുന്നവന് മരണശിക്ഷ വിധിക്കണം. എന്തിന്? ചങ്കുറപ്പുള്ള സത്യാന്വേഷിയായ ഒരു ചെറുപ്പക്കാരനാണ്. നാം അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല. ഓഹോ, അപ്പോൾ നിങ്ങളും അവന്റെ കൂടെയാണല്ലേ? ഇല്ല, എനിക്ക് നീതിയില്ല. പീലാത്തോസ്, ഞാൻ ഈ കൊട്ടാരത്തിൽ വെച്ചത് നിങ്ങളുടെ നീതിപീഠത്തിന്റെ മരണ പൊലിമ കൺകുളിർക്കെ കാണുവാനല്ല, ശത്രുക്കൾക്ക് നേരെ കൈകോർക്കാൻ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ നമ്മെ തകർക്കാൻ ഒരു തത്വശാസ്ത്രത്തിനും കഴിയില്ല. എന്താ, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. പക്ഷെ പീലാത്തോസ്, ഒന്നോർത്തോളൂ, ഞാനൊന്ന് അമർത്തിച്ചകത്തിയാൽ ഇടുങ്ങി വീഴാവുന്ന കഴുത്തെ നിങ്ങളുടെ സിംഹാസനത്തിലുള്ളൂ. വേണോ വേണോ നമ്മൾ തമ്മിലൊരു വെല്ലുവിളി? കൊള്ളാം. ഒരേ ഭേഷ്. ആത്മീയ കാര്യാധിപനും ഭൗതിക കാര്യാധിപനും തമ്മിലുള്ള വാക്പോരാട്ടം അതിഗംഭീരം. ആർക്ക് നൊന്താലും പകരം വീട്ടുന്നത് സ്വന്തം ജനത്തെ വെച്ച്. കയ്യാഫാസിന്റെ ആക്രോശങ്ങൾ കേട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? അങ്ങ് തന്നെ പറയും. അവനെ ഇല്ലാതാക്കണം. ആരെ? ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫിന്റെ പുത്രൻ, ആ വിപ്ലവകാരി നസ്രായനായ യേശുവിനെ. അതിനവൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സാക്ഷികളുണ്ട്, അവനെ വിസ്തരിക്ക്, എന്നിട്ട് തീരുമാനിക്കുക. വേണ്ട, ചണ്ട വേണ്ട. ദിവസം ഒരു കുറ്റവാളിയെ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ. ബറാബാസിനെയും യേശുവിനെയും കൊണ്ടുവരട്ടെ, വിസ്തരിക്കട്ടെ. എന്നിട്ട് നിരപരാധിയെ വെറുതെ വിട്ട് കുറ്റവാളിയെ ശിക്ഷിക്കട്ടെ. ആരാണ്? അടിയൻ നസ്രായനായ യേശുവിനെ ഹാജരാണ്. പ്രഭു, റാണിയുടെ ഒരു സന്ദേശമുണ്ട്. പ്രഭു, ദയവ് ചെയ്ത് ആ നീതിമാനായ മനുഷ്യനെ വെറുതെ വിട്ടയക്കണം. നീ യഹൂദരുടെ രാജാവാണ്. നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറയുന്നു? ഞാൻ യഹൂദനല്ല. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നു. എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദന്മാർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു. അപ്പോൾ നീ രാജാവാണ്. നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ ശബ്ദം കേൾക്കുന്നു. അവനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നു. പെസഹാ ദിവസം ഞാൻ നിങ്ങൾക്കൊരുവനെ സ്വതന്ത്രനാക്കി വിട്ടുതരുന്ന ഒരു പതിവുണ്ടല്ലോ. അതിനാൽ
യഹൂദരുടെ ഈ രാജാവിന് ഞാൻ വിട്ടുതരട്ടെ. അരുത്, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. യേശുവിനെ വെറുതെ വിടണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അതുമിതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ബറാബാസിനെ വിട്ടയച്ച് ഇവനുള്ള മരണശിക്ഷ ലഭിക്കും. ഞാനിവന് കുറ്റമൊന്നും കാണുന്നില്ല. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ സന്തതികളുടെ പേരും ആയിക്കോട്ടെ. എങ്കിൽ കൊണ്ടുപോയി ക്രൂശിക്ക്, കൊണ്ടുപോയി ക്രൂശി, കൊണ്ടുപോയി ക്രൂശി, 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 ക്രൂശി. സാമ്രാജ്യത്തിന് ഒരു അലിഖിത നിയമമുണ്ട്. ജനങ്ങളുടെ അഭീഷ്ടപ്രകാരമാണ് ഒരുവനെ ക്രൂസിലേറ്റുന്നതെങ്കിൽ ആ കൃത്യം നിറവേറ്റുന്നത് ആരെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ജനങ്ങൾക്ക് തന്നെയാണ്. പറയൂ, ആരാണ് ഈ കൃത്യം നിറവേറ്റേണ്ടത്? അവനെ ക്രൂശിക്കുക. യഹൂദന്മാരുടെ രാജാവ് ഓൻ എന്നാ നോക്കി നിൽക്കുന്നത്? ചെന്ന് കൽപ്പന നിറവേറ്റ്. ഇല്ല, എനിക്ക് കഴിയില്ല. എന്ത് കഴിയില്ല? റോമ സാമ്രാജ്യത്തിന്റെ ധീരനായ പടയാളിക്ക് വൈകുന്നു. ബറാബാസിന്റെ വിപ്ലവകാരികളെ 3 പടയാളികളെ ഒപ്പം നിർത്തി തുരത്തി ഓടിച്ച് ബറാബാസിനെ കീഴടക്കിയ സീസറിന്റെ അഭിനന്ദനം നേടിയ ബോണിക്കസ് ഇലാത്തോസിന്റെ ആത്മസുഹൃത്ത് ഈ പലസ്തീനയിലെ തരുണീമണികളുടെ രോമാഞ്ചം. എത്ര വിശേഷണങ്ങൾ! എന്തുകൊണ്ട് നിനക്ക് ഈ ചെഞ്ചരിപ്പ്? എന്ത് പറയൂ, പറയൂ. ഇല്ല, യേശു അവൻ നിരപരാധിയാണ്. നിരപരാധി? അത് തീരുമാനിക്കേണ്ടത് നീയല്ല. ഇവിടെ രാജസിംഹാസനങ്ങളുണ്ട്, പുരോഹിത പ്രമുഖന്മാരുണ്ട്. നിരപരാധി പോലും അവന്റെ മാന്ത്രിക കൈകളിൽ ആദ്യത്തെ ആണി തറയ്ക്കുന്നത് നീ ആയിരിക്കണം.
ഇതായിരുന്നു ചരിത്രം. മനുഷ്യരക്ഷയ്ക്കായി സ്വയം കുരിശുമരണം വരിച്ച യേശുനാഥന്റെ ചരിത്രം. ഈ ചരിത്രത്തിന്റെ ഭാഗമാകുവാനായി വില്ലൻ വേഷങ്ങൾ കെട്ടിയാടേണ്ടി വന്ന പൊന്തിയോസ് പീലാത്തോസും ബോൺ നിക്കസും ചരിത്രം അവസാനിച്ചിടത്തു നിന്ന് ഇതാ കഥയായി. ന്യായാധിപന്മാരിൽ ന്യായാധിപനാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കുക. ആരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല. സാക്ഷികളെ വിസ്തരിച്ചില്ലേ, പിന്നെ എന്തിനു വ്യാകുലപ്പെടണം? എനിക്ക് ഈ അധികാരത്തിന്റെ ഭാരം താങ്ങുക വലിയ വീനസ്. താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? താങ്കളെ പുറത്താക്കി മറ്റൊരാളെ അധികാരിയാക്കാൻ കയ്യാഫാസ് തക്കം പാർത്തിരിക്കുക. വെറുതെ ബാലിശമായി ചിന്തിക്കാറ്. ഭരണകാലങ്ങളെ പറ്റി സത്യം സംരക്ഷിക്കാനായില്ലെങ്കിൽ പിന്നെ ഈ അധികാരങ്ങളുടെ നേട്ടം. ഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹം അവനെ ക്രൂശിക്കുവാനായിരുന്നില്ലേ? ഭൂരിപക്ഷം പോലും ഒരാൾ വിളിച്ചു പറയുന്ന അസത്യം 10 ആളുകളെ കൊണ്ട് ഏറ്റുപിടിപ്പിച്ചാൽ അത് സത്യമാണ്. പറയും, താങ്കളുടെ ആത്മാവിനെ തൊട്ട് പറയും, അവൻ നീതിമാനായിരുന്നില്ല. നീതിയും അനീതിയുമല്ല കാര്യം. ജനങ്ങളുടെ വിധേയത്വം അത് ഈ പുരോഹിത പ്രമാണിമാരോടാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഞാൻ അവനെ കുരിശിലേറ്റാൻ നിർബന്ധിച്ചത്. അപ്പോൾ അവൻ നീതിമാനാണ്, താങ്കളും സമ്മതിക്കുന്നു. സത്യമാണ്, അവൻ നീതിമാൻ. എന്നിട്ടും പിന്നെ എന്തിനു നിങ്ങൾ ഇതിന് കൂട്ടുന്നു? കഴിയില്ല പിലാത്തോസ്. അവരെ തകർക്കാൻ നമുക്ക് കഴിയില്ല. വെറും ആചാരാനുഷ്ഠാനങ്ങളിൽ ആത്മീയാന്തത ബാധിച്ച ഇന്നത്തെ ജനങ്ങൾ അവരോടൊപ്പമാണ്. ആ പുരോഹിത പ്രമാണിമാരോട്. പാലസ്തീന ഗവർണർ പൊന്തിയോസ് പീലാത്തോസ് നീണാൾ വാഴട്ടെ. റോമാ സാമ്രാജ്യത്തിന്റെ ലിഖിത നിയമപ്രകാരം അറിയിക്കുന്നത്, യഹൂദ നിയമപ്രകാരം കുരിശുമരണം വിധിക്കപ്പെട്ട 3 കുറ്റവാളികളെയും കുരിശിലേക്കിരിക്കും. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ സീസറിനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കട്ടെ. പിലാത്തോസ് വരട്ടെ. ഇത്ര വേഗം അവന് കുരിശിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദൈവികമായ ഒരു ശക്തി അവൻ പുറത്തെടുത്തില്ല. വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ച ആളാണെന്ന് അറിഞ്ഞപ്പോൾ കണ്ണുകൾ നിറഞ്ഞ നടപടിയിൽ എവിടെയോ വെച്ച് അവൻ എന്റെ മനസ്സ് വായിച്ചിരുന്നു. അവന്റെ കൈകൾ കുരിശിനോട് ചേർത്ത് വെച്ച് ഈ വിറയ്ക്കുന്ന കൈകളിൽ ചുറ്റുകയും ശങ്കിച്ച് ഞാൻ നിന്നപ്പോൾ അവൻ തല തിരിച്ച് കണ്ണുകൾ കൊണ്ട് എനിക്ക് അനുവാദം തന്നു. തറച്ചോളാം. ഉള്ളിലെവിടെയോ പകർന്ന മഴവിൽ ഞാൻ അടിക്കുമ്പോൾ ചെറിയ രക്തത്തുള്ളികൾ എന്റെ മുഖത്താണ് ബാധിച്ചത്. അത് നോക്ക്, പറ്റിപ്പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികൾ തൃപ്തിയായില്ലേ? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ അരുതെന്ന്. ഞാൻ ആരാധിച്ചിരുന്നു. ദൈവപുത്രനാണ് അദ്ദേഹം. പക്ഷേ പുരോഹിത പ്രമുഖരും ജനപ്രമാണികളും ഒന്നിച്ചാവശ്യപ്പെട്ടപ്പോൾ
അങ്ങ് വഴങ്ങിയല്ലേ? സത്യത്തെ വിലകൊടുത്തും അങ്ങയുടെ അധികാരത്തിനു വേണ്ടി ഈ യഹൂദവർഗത്തെ ഒന്നടക്കം ബലികൊടുത്താലും ഇനി ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം നിഷ്കളങ്കനായ ഒരു മനുഷ്യ സ്നേഹിയുടെ ദാരുണവധമാണ് ഇന്ന് നടന്നത്. പാലസ്തീന ഗവർണർ പന്തിയോസ് പിലാത്തോസിന്റെ ധർമ്മപത്നി ക്ലോഡിയ എഴുന്നള്ളുന്നു. അവൾ വരുന്നു. എന്താണോ ഞാൻ അവളോട് പറയുക? പറഞ്ഞു നിൽക്കാൻ എനിക്കൊന്നുമില്ലല്ലോ. ആ നീതിമാന് കുരുതി കൊടുത്തു അല്ലേ? എനിക്ക് കഴിഞ്ഞില്ല. എല്ലാവരും ഒരുമിച്ച് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല. അവന്റെ പ്രവൃത്തികൾ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചതല്ലേ? അവന്റെ പ്രബോധനങ്ങൾ രാജ്യദ്രോഹപരമല്ലെന്ന് ബോധ്യപ്പെട്ടതല്ലേ? എന്നിട്ടും നീയും അതിന് കൂട്ടുനിന്നല്ലോ. ഞാൻ എത്ര തവണ പറഞ്ഞു അത് തന്നെ. ക്ലോഡിയ, ഞാൻ മാത്രമാണ് തെറ്റുകൾ. ഈ ഗവർണർ പദവി അങ്ങ് വലിച്ചെറിയാമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. അധികാരം നഷ്ടപ്പെടുത്താതിരിക്കാൻ സത്യത്തെ കുറിച്ച് ഏറ്റിട്ട് വേവലാതിപ്പെടുന്നു. എന്റെ അധികാരം വലിയ എന്റെ ശിരസ എനിക്കൊന്നും ആലോചിക്കാനേ കഴിയുന്നില്ല. എന്റെ ചിന്തകൾ എന്നെ വിട്ടുപോകുന്നു. എനിക്ക് തോന്നുന്നതാണോ? പറ്റി അരുതന്തരെന്തും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയമാണ്. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, എന്റെ പ്രിയപ്പെട്ടവൻ. അവന് വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നിന്റെ ദുഃഖം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ ഇപ്പോൾ എന്റെ ഉള്ളിൽ പൊട്ടുന്നു. നോക്കുന്നിടത്തില്ല അവന്റെ മുഖം. നിന്റെ സാന്നിധ്യം പോലും ഞാൻ ഭയപ്പെടുന്നു. പോകൂ, എന്റെ മുന്നിൽ നിന്ന് പോകൂ. ഞാനല്ലോ പോകുന്നത്. അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ സത്യത്തെ ക്രൂശിലേറ്റിട്ട് വേവലാതിപ്പെടുന്നു. ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു.
അഭിനന്ദിക്കാൻ നമുക്ക് ഇന്ന് ആഹ്ലാദിക്കണം. അവനെ ക്രൂശിലേറ്റിയവരെ എല്ലാവരെയും വിളിക്ക്. കണ്ട് കാണിച്ചും നുണകൾ പറഞ്ഞും ജനങ്ങളെ വശീകരിച്ച് ഇക്കാര്യം വിളിച്ചെടുക്കാനായിരുന്നു നസ്രായന്റെ ശ്രമം. തീർന്നില്ലേ? എല്ലാം തീർന്നില്ലേ? തീർത്തില്ല എന്ന് ചോദിക്കാൻ അവന്റെ വചനങ്ങൾ കേൾക്കുവാൻ ജനങ്ങൾ തടിച്ചുകൂടുന്നതിനുള്ള അസൂയ, നിങ്ങളുടെ ആഡംബര ജീവിതത്തിന് മാറ്റുകൂട്ടാൻ ഗുണമുണ്ടാക്കാനായി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അന്ധമായ ആചാരങ്ങൾ വെറും ജൽപ്പനങ്ങളാണെന്ന് പറഞ്ഞവരോടുള്ള പക, അതാണ് നിങ്ങൾ തീർത്തത്. വായനയ്ക്കും എന്റെ ഗതി എനിക്കറിയാമല്ലോ. ജീവൻ കൊടുത്തും പിറന്ന നാടിനെ രക്ഷിക്കാൻ സ്വയം തെരഞ്ഞെടുത്ത വഴിയാണ്. മരിക്കാൻ ഭയമില്ല. നിങ്ങളുടെ കൂട്ടുകാരികളെ വിളിക്കേ. ഇതാ ഇവിടെ പീലാത്തോസുണ്ട്, വിളിക്കേ. കുരിശുമരണം തന്നെ എനിക്കും വിധിക്കേ. ഇങ്ങനെ ഞാൻ നിന്നൊന്ന് പ്രതീക്ഷിച്ചതല്ലേ? അവൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. കുരിശിലേറ്റിയതിന്റെ പിന്നിൽ മറ്റൊരാളുണ്ട്. ഞാൻ പറയാം. അതിനു മുമ്പ് എത്ര നേരമായി നിന്റെ അമ്മ പുറത്ത് കാത്തു നിൽക്കുന്നു. നിന്നെ ഇപ്പോൾ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞാണ് ആ നിന്നെ വന്നത്. വേഗം ചെല്ലും. എന്താണെന്ന് അന്വേഷിച്ചത്? അമ്മയോ? ഇവിടെ ഇല്ല. അമ്മ ഇങ്ങോട്ട് വരാൻ വഴി. ഞാൻ എന്തിനു പറയാം? നല്ല സുഖമില്ല. പ്രധാന പുരോഹിതൻ കയ്യാഫാസ് വിജയിക്കട്ടെ. എന്താണ് കാര്യം? പോർണിക്കസിന്റെ അമ്മ വളരെ നേരമായി പുറത്ത് കാത്തു നിൽക്കുന്നു. അപ്പോൾ അത് സത്യമാണ്. അമ്മേ, അമ്മേ. ഞാൻ എന്താണ് അറിയേണ്ടത്? പ്രഭു, ഒന്നും വേണ്ട എനിക്ക്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ചിലർക്കൊക്കെ സംശയം തോന്നിക്കൊണ്ടിരിക്കുന്നു. അവള് പറയാ എനിക്ക് അസുഖമുണ്ടെന്ന്. എനിക്ക് അസുഖമുണ്ട്. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് അസുഖമുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്ന്, രണ്ട്, ഒന്ന്. അവൻ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടില്ലേ? ഈ പടയാളികൾ ഞാനവരെ മോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ഇല്ലേ? ഇല്ലേ? കയ്യാപ്പാസിനോടാ കളിയല്ലേ? തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെയാണോ ഈ ചെറുക്കൻ?
നിന്നെ ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. വിട്ടുനിന്നാൽ നീയുമുണ്ട് കുറെ തലകൾ. കേട്ടില്ലേ? ആരോ പാടുകയാണ്. ജെറൂസലേമിൽ നിന്നും കഴുതപ്പുറത്തേറി അവൻ വരുന്നു. അവന് ഓശാന പാടിയ നിങ്ങളും പാടും. നിങ്ങളും പാടും. വല്ലാത്ത ദാഹം എന്താ പറയുന്നു? ദാഹിച്ചാൽ അവനെന്താ തരിക? ഞാനത് മറന്നു. ജീവന്റെ ജലം അത് കുടിച്ചാൽ മതി, ദാഹിക്കില്ല. ഓ, ഞാനത് ആ ഉദ്യാനത്തിലെ കുളത്തിൽ സൂക്ഷിച്ചിരിക്കുക. ഞാനതിപ്പോ കൊണ്ടുവരാം. പോകരുത്. പോകൂ. പോകരുത്. പോകരുത്. നിങ്ങൾ എന്നെ ചതിച്ചു. എന്റെ അമ്മയെന്ന് കേട്ടപ്പോ ഒന്നും ഓർക്കാതെ ഓടിച്ചതായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ചതിയായിരുന്നു. ഈ അവസാന നിമിഷത്തിലും നിങ്ങളുടെ ജീവനെടുക്കാനുള്ള കരുത്ത് എനിക്ക് ബാക്കിയുണ്ട്. ഒന്നും ചെയ്യരുത്. കൊല്ലരുത്. കൊല്ലരുത്. ഇല്ല, ഇല്ല, എനിക്കതിനാവില്ല. വലിയ വസ്തുക്കൾ പിടിക്കുന്ന കൈകളാണത്. അതിൽ എത്ര രക്തക്കൈയുണ്ടായാലും എനിക്ക് വെട്ടിമാറ്റാനാവില്ല. രക്ഷപ്പെട്ടോളൂ, ഓടി രക്ഷപ്പെട്ടോളൂ. എന്നിട്ട് ആലോചിക്കുക, ഈ ചെയ്തു കൂട്ടിയതെല്ലാം ശരിയായിരുന്നു എന്ന്. പ്രഭു, അങ്ങയുടെ മകളെ ബറാബാസ് ബലമായി പിടിച്ചുകൊണ്ട് പോയി. തടയാൻ ശ്രമിച്ച പടത്തലവനെ അവൻ വധിച്ചു. എന്റെ മകൾ, എന്റെ മകൾ, എന്റെ മകളെ ബറാബാസ് അവനെ തളക്കാൻ ആർക്കും കഴിയില്ല. നിനക്കല്ലാതെ ഏതെങ്കിലും എങ്ങനെ? നിങ്ങളല്ലേ എന്നെ ചതിച്ചത്? അമ്മേ, എനിക്കിനി ഒന്നിനും കഴിയില്ല. ഓ, ഞാൻ എന്ത് ചെയ്യും? എല്ലാത്തിനും ഉത്തരവാദി ഞാനാണ്. എനിക്ക് ഇല്ല, ഇല്ല, ജീവിച്ചിരിക്കാൻ എനിക്കറിയുന്നില്ല. എന്റെ മകളെ രക്ഷിക്കണേ. എന്റെ മകളെ രക്ഷിക്കണേ. ജീവന്റെ ജലം ആർക്കാണ് വേണ്ടത്? എല്ലാവരും വാ.
സാരമില്ല, അവൻ പാവമല്ല. ഇതാ ജീവന്റെ ജലം. ഇതൊരൽപ്പം കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അവനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു അവൻ എനിക്ക് തന്നതാ.